അതെ, നിയമത്തിന് മുന്നിൽ ആരും വലിയ കൊമ്പന്മാരല്ല. ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് അഴിഞ്ഞാടിയ സൈബർ ഗുണ്ടകളുടെ അഹങ്കാരം തീർക്കാൻ ഒടുവിൽ അഴിക്കുള്ളിലെ ലോക്കപ്പ് തിന്ന ഒരുങ്ങിക്കഴിഞ്ഞു. യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദ് ക്രിമിനൽ സംഘവും ഇത്രയും നാൾ കേരളത്തിലെ സൈബർ ഇടങ്ങളിൽ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്ക് ഒടുവിൽ നിയമത്തിന്റെ ശക്തമായിട്ടുള്ള കുരുക്ക് വീണിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയിൽ DGPയുടെ കർശന നിർദ്ദേശപ്രകാരം കളമശ്ശേരി പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നിഹാദും തൻ്റെ കൂട്ടരും ഒടുവിൽ കേരള പോലീസിന്റെ ശക്തമായിട്ടുള്ള നിയമക്കുരുക്കിൽ പൂർണ്ണമായിട്ടും അകപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും നാൾ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചും വരും തലമുറയെ തരംതാണ ഉള്ളടക്കത്തിലൂടെ വഴിതെറ്റിച്ചും അഴിഞ്ഞാടിയ ഒരു സൈബർ ഗുണ്ടകളുടെ അഹങ്കാരം തീർക്കാൻ ഒടുവിൽ ലോക്കപ്പിലെ ഇരുമ്പഴിക്കുള്ളിലെ തിണ്ണ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്നത്. പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന നൽകിയ അതീവ ഗുരുതരമായിട്ടുള്ള വസ്തുതകൾ അടങ്ങിയ സമഗ്രമായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റവദ ചന്ദ്രശേഖർ നേരിട്ടാണ് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ടിരിക്കുന്നത്. DGPയുടെ കർശനവും വിട്ടുവീഴ്ചയില്ലാത്തതുമായിട്ടുള്ള നിർദ്ദേശപ്രകാരം സൈബർ ഓപ്പറേഷൻസ് SP അങ്കിത് അശോകന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ ഔദ്യോഗിക നടപടികൾ കൊച്ചിയിൽ അതിവേഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ രീതിയിലുള്ള ഒരു സൈബർ അധിക്ഷേപ കേസ് എന്നതിനപ്പുറം കേരള സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന അതീവ ഗുരുതരവും കടുത്ത ശിക്ഷ ലഭിക്കാവുന്നതുമായിട്ടുള്ള വൻ ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഈ സംഘത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചി സിറ്റി സൈബർ പോലീസിനും കളമശ്ശേരി പോലീസിനും ലഭിച്ച 3 പ്രത്യേക പരാതികളിലെ കൃത്യമായിട്ടുള്ള പ്രാഥമിക കണ്ടെത്തലുകളും അതിന്മേൽ പോലീസ് താല്പര്യപൂർവ്വം നടത്തുന്ന തുടർ നടപടികളുമാണ്. നിയമലംഘനം പതിവാക്കിയ ഈ ഒരു ക്രിമിനൽ സംഘത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകൾ, മുൻപ് അവർ പങ്കുവച്ച യൂട്യൂബ് ലൈവ് വീഡിയോകൾ എന്നിവയെല്ലാം പോലീസ് സൈബർ സെൽ ഇപ്പോൾ പൂർണ്ണമായ ഡിജിറ്റൽ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവരുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റുകൾ അടിയന്തരമായിട്ട് ശേഖരിക്കാനും സുരക്ഷിതമായി സൂക്ഷിക്കാനുമുള്ള നീക്കങ്ങളാണ് സൈബർ വിഭാഗം ഇപ്പോൾ നടത്തുന്നത്. ഈ ഒരു സംഘത്തിനെതിരെയുള്ള അന്വേഷണ പരിധിയിൽ വരുന്ന ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ഗുരുതര കുറ്റം ഈ മാരക ലഹരി വസ്തുക്കളുടെ അല്ലെങ്കിൽ MDMA, കഞ്ചാവ്, LSD എന്നിവയുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം, അതിന്റെ വലിയൊരു വിതരണ ശൃംഖലയുമാണ്. ഈ മയക്കുമരുന്ന് മാഫിയയുമായിട്ട് സംഘത്തിന് ഏതൊക്കെ രീതിയിലുള്ള സാമ്പത്തിക വ്യക്തിഗത ബന്ധങ്ങൾ ഉണ്ട് എന്ന കാര്യം നർക്കോട്ടിക് സെല്ലിന്റെ സഹായത്തോടെ പോലീസ് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത സ്കൂൾ കോളേജ് കുട്ടികളെ ലഹരി പദാർത്ഥങ്ങൾ നൽകി ഭീഷണിപ്പെടുത്തിയും ക്രൂരമായിട്ടുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്ന അതീവ ഗുരുതരമായിട്ടുള്ള പോക്സോ കുറ്റാരോപണങ്ങളും ഈ സംഘത്തിലെ പ്രധാനികൾക്കെതിരെയുണ്ട്. ഇവർ തന്നെയാണ് യൂട്യൂബ് ലൈവ് വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചത്. കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ ലക്ഷ്യമിട്ട് ഇവർ നടത്തിയിരുന്ന രഹസ്യ ഗ്രൂപ്പുകളെ കുറിച്ചും ഇത്തരം ഡിജിറ്റൽ കെണികളെ കുറിച്ചും വിപുലമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൂന്നാമതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അതീവ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക, ലൈവ് സ്ട്രീമിങ്ങിനിടെ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുക, അശ്ലീല പദപ്രയോഗങ്ങൾ പരസ്യമായിട്ട് ഉപയോഗിക്കുക വഴി പൊതുസമൂഹത്തിന് ശല്യം ഉണ്ടാക്കുക എന്ന കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വരും തലമുറയും കുട്ടികളെയും ഇത്തരം അശ്ലീലതകളിലേക്ക് ആകർഷിച്ച് സമൂഹത്തിൽ വലിയൊരു സാംസ്കാരിക ജീർണത ഉണ്ടാക്കാൻ ഇവർ ബോധപൂർവം ശ്രമിച്ചതായിട്ടാണ് പരാതിയിൽ പറയുന്നത്. കൂടാതെ പ്രമുഖ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ട് മോശം ഓഡിയോ ക്ലിപ്പുകളും സന്ദേശങ്ങളും വഴി നിരന്തരം സൈബർ അതിക്രമവും ബ്ലാക്ക് മെയിലുകളും നടത്തിയതായിട്ടും കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളോടെ പുറത്തു വന്നിട്ടുണ്ട്. വ്യക്തിഹത്യ നടത്തുക വഴി വലിയ തുകകൾ തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങളും ഈ ഒരു സംഘം ഓൺലൈൻ ലോകത്ത് പ്രയോഗിച്ചിരിക്കുന്നതായിട്ട് പോലീസ് സംശയിക്കുന്നുണ്ട്. അത് സംശയിക്കുന്നതല്ല, അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാലം ഒന്നിച്ച് സൈബർ ലോകത്ത് വൻതോതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന ഈ തൊപ്പി ഗ്യാങ് സംഘത്തിലെ ആഭ്യന്തര തർക്കങ്ങളാണ് ഒടുവിൽ പോലീസിന് വലിയൊരു വഴിത്തിരിവായിട്ട് മാറിയത്. പണവിഹിതത്തെ ചൊല്ലിയും ഓൺലൈൻ റീച്ചിനെ ചൊല്ലിയും ഇവർക്കിടയിൽ ഉണ്ടായ പടലപ്പിണക്കങ്ങൾ ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ട് വരികയായിരുന്നു. തൊപ്പിയുടെ മുൻ സുഹൃത്തുക്കളും ഈ ഒരു ക്രിമിനൽ സംഘത്തിലെ പ്രധാനികളുമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്
ലഹരി മരുന്ന് ഉപയോഗം, പരസ്പരമുള്ള ബ്ലാക്ക് മെയിലിംഗ്, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ തെളിയിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയത്. ഇത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കാൻ സഹായകമാവുകയും ചെയ്തിട്ടുണ്ട്. പുറത്തു വന്ന ഈ ഒരു വൻ ഡിജിറ്റൽ തെളിവുകളുടെ കൃത്യമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയും ശാസ്ത്രീയമായിട്ടുള്ള അനാലിസിസും റിപ്പോർട്ടും കൊച്ചി സിറ്റി സൈബർ പോലീസ് ഇപ്പോൾ സംസ്ഥാന സൈബർ വിങ്ങിനായിട്ട് അടിയന്തരമായിട്ട് തയ്യാറാക്കുകയാണ്. ഡിലീറ്റിംഗ് ചെയ്യപ്പെട്ട ഓഡിയോകളും വീഡിയോകളും വീണ്ടെടുക്കാനും വോയിസ് സാമ്പിളുകൾ ഒത്തുനോക്കാനുമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് പോലീസ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഔദ്യോഗികമായിട്ട് സമർപ്പിക്കുന്നതോടെ IT ആക്ട്, LDPS, പോക്സോ നിയമങ്ങളിലെ കടുത്ത ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകും. കുറ്റവാളികൾക്ക് യാതൊരു വിധത്തിലും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള ചാർജ് ഷീറ്റാണ് പോലീസ് തയ്യാറാക്കുന്നത്. ഓൺലൈൻ റീച്ചിനും ലക്ഷക്കണക്കിന് രൂപയുടെ യൂട്യൂബ് വരുമാനത്തിനും വേണ്ടി കേരളത്തിലെ കൗമാരക്കാരെയും യുവാക്കളെയും മയക്കുമരുന്നിനും അശ്ലീലതയ്ക്കും അടിമകളാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സൈബർ ക്രിമിനലുകൾക്ക് ഇതൊരു ശക്തമായിട്ടുള്ള മുന്നറിയിപ്പായിട്ട് മാറും. കേവലം കുറച്ച് ലൈക്കുകൾക്കും വ്യൂസിനും വേണ്ടി സമൂഹത്തിന്റെ ധാർമ്മികതയെ വെല്ലുവിളിക്കുന്ന പ്രവണതയ്ക്ക് ഇത് അന്ത്യം കുറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻപും പലതവണ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള തൊപ്പി മലപ്പുറം വളാഞ്ചേരിയിലെ കട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പൊതുവഴി തടസ്സപ്പെടുത്തിയതിനും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയതിനും പോലീസിന്റെ പിടിയിലായിട്ടുള്ള ചരിത്രം വരെ ഉണ്ട്. അന്ന് കൃത്യമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളിൽ പുറത്തിറങ്ങിയിട്ടും വീണ്ടും സമാനമായതും അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു ഈ ഒരു സംഘം. നിയമത്തിന് മുന്നിൽ ആരും വലിയ കൊമ്പന്മാരല്ല എന്നും ഡിജിറ്റൽ ലോകത്തെ ഒളിച്ചിരുന്ന് നടത്തുന്ന ഏത് തരം കുറ്റകൃത്യങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും തെളിയിക്കുന്നതാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസും സൈബർ പോലീസും സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഒരു നീക്കം എന്ന് പറയുന്നത്. എന്തായാലും പരാതിക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ ശക്തമായിട്ടുള്ള നിയമ പോരാട്ടവും ഈ ഒരു കേസിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു സംഘത്തിന്റെ തട്ടിപ്പുകൾക്ക് ഇരയായിട്ടുള്ള കൂടുതൽ ആളുകൾ പരാതികളുമായിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നും അതിനാൽ അന്വേഷണത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഇതിനോടൊപ്പം തൂഫാനും ചേരുന്നുണ്ട്. പ്രതികളുടെ അന്തർ സംസ്ഥാന ലഹരി ബന്ധങ്ങളെക്കുറിച്ചും പോലീസ് വരും ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ കേസുകളിൽ ഉണ്ടാകാൻ പോകുന്ന വഴിത്തിരിവുകളെ കുറിച്ചും പ്രതികളുടെ അറസ്റ്റിനെ കുറിച്ചും വളരെ നിർണായകമായിട്ടുള്ള രീതിയിലായിരിക്കും കണക്കുകൂട്ടലുകൾ നടക്കുക. എന്തായാലും പോലീസ് അതിശക്തമായിട്ട് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുകയാണ്. തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സഹതാപം വഴിയായിരുന്നു ആദ്യം സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ആദ്യം ഗെയിം അല്ലെങ്കിൽ സ്ട്രീം ചെയ്തായിരുന്നു. പിന്നീട് ഇന്റർവ്യൂകളിൽ സഹതാപം നിറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ജനപ്രശംസ ഏറ്റിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും സ്വന്തം കൂട്ടുകാരിൽ നിന്ന് വരുന്ന കാര്യങ്ങളുമാണ്. എന്തായാലും തൊപ്പി ഗ്യാങ് എന്ന് പറയുന്നത് കേരള സമൂഹത്തെ ഒന്നടങ്കം അപമാനിച്ചു, അശ്ലീലതകൾ നിറയ്ക്കാൻ നോക്കി, സംസ്കാരത്തെ വ്രണപ്പെടുത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇത്തരം രീതിയിലാണ് കാര്യങ്ങൾ എങ്കിൽ വലിയ രീതിയിൽ തന്നെ ഒരു നിയമ നടപടികൾക്ക് തൊപ്പിയും ഗ്യാങ്ങിനും ഒരുങ്ങേണ്ടി വരും. എന്തായാലും പോലീസിന്റെ കർശനമായിട്ടുള്ള നടപടി അനുസരിച്ച് ഇനി ഒരുപക്ഷെ ഇവർക്ക് അഴിക്കുള്ളിലാണെങ്കിൽ പുറം ലോകം പോലും കാണാത്ത രീതിയിൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് പറയപ്പെടുന്നത്. അത്തരം രീതിയിലുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തായാലും റീച്ചിനും പൈസയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്നിരുന്ന ലൈവ് സ്ട്രീമിങ്ങിനിടെ എന്തും വിളിച്ചു പറയാം എന്നുള്ളവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ തൊപ്പിയുടെ ഈ ഒരു രീതി അല്ലെങ്കിൽ തൊപ്പിയുടെ കേസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ഇനി വളരെ ശ്രദ്ധിച്ച് വേണം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും അതിൽ പറയാനും. കാരണം ഇത്തരത്തിലുള്ള അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുകയും സംസ്കാരത്തെ വ്രണപ്പെടുത്തുകയും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിന് കർശന നടപടി എന്തായാലും ഇപ്പോൾ കേരള പോലീസ് സ്വീകരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ തൊപ്പി കേസ്. എന്തായാലും തൊപ്പി അഴിക്കുള്ളിൽ പോകും എന്നതിൽ യാതൊരു സംശയമില്ല. ഇത്തരം രീതിയിലുള്ള ആരെങ്കിലും പദപ്രയോഗം നടത്തുന്നുണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കേണ്ടതാകുന്നു. കാരണം ഇനിയിപ്പോൾ പോലീസ് സൈബർ ഇടങ്ങളിൽ തങ്ങളുടെ ശൈലി ഒന്നുകൂടി മാറ്റിമറിച്ചുകൊണ്ട് വളരെ നിരീക്ഷിച്ചും അതിശക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അതിനോടൊപ്പം തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലഹരി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള രീതികൾ എല്ലാം തന്നെ പോലീസ് നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും പിടിവീഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പോക്ക് എങ്കിൽ ഇപ്പോൾ എന്തായാലും ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊപ്പി ഗ്യാങ്ങിനും ഇനി രക്ഷയില്ല എന്നുള്ളതാണ്.